ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഒരു പൗരന്റെ പാർപ്പിടം ഒരു സർക്കാരിന്റെയും കാരുണ്യവും ഔദാര്യവുമല്ല, അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പാർപ്പിടത്തിനുള്ള അവകാശം കൂടിയാണെന്ന്, അന്തസ്സോടെയുള്ള ജീവിതത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ പോട്ടെ, എന്തിനാണ് ഒരു ഭരണകൂടം അവരുടെ പൗരന് ഒരു വീട് വെച്ച് നൽകുമ്പോൾ അതിനു മുകളിൽ ചാപ്പ കുത്തുന്നത്? അവനോ അവൾക്കോ അതിനുള്ള പാങ്ങില്ല. ഞങ്ങളുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെല്ലാം കണ്ടോട്ടെ എന്ന് കരുതിയോ? അല്ലെങ്കിൽ തന്നെ സർക്കാരിന്റെ പണം ജനങ്ങളുടെ നികുതി പണമല്ലേ? ലോഗോയുടെ പേരിൽ പാവങ്ങളുടെ വീട് പണി മുടങ്ങരുതല്ലോ എന്ന പറച്ചിൽ സഹതാപത്തിൽ നിന്നും വരുന്നത്. അത് പറയാനല്ല ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നത്. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് വഴിയൊരുക്കാനാണ് ജനം വിരലിൽ മഷി പുരട്ടുന്നത്. കേന്ദ്രത്തിൻ്റേത് അതൊരു രാഷ്ട്രീയ ബ്രാൻഡിംഗ് ആണ്. അവരുടെ രാഷ്ട്രീയം അത് തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഒരു മന്ത്രിയുടെ പ്രാഥമിക ബാധ്യതയാണ്. മന്ത്രി KM ഷാജി വികസന കാര്യത്തിൽ ഗുജറാത്തിനെ മാതൃകയാക്കാമെന്ന് പറഞ്ഞ പഴയ KM ഷാജി അല്ല എന്ന് ഓർമ്മ വേണം. തഞ്ചത്തിൽ തിരുത്തിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM നിന്നും ഡോക്ടർ VPP മുസ്തഫയാണ്, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, രാഷ്ട്രീയ നിരീക്ഷകരായി ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ KG ജ്യോതിർഘോഷ് എന്നിവരാണ്. ആദ്യം ഞാൻ മുസ്ലിം ലീഗ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ PMAY പദ്ധതി പ്രകാരമുള്ള വീടുകൾ, ആ വീടുകൾക്ക് മോദിയുടെ പടം വയ്ക്കേണ്ടതില്ലല്ലോ എന്നത് ഒരു നല്ല കാര്യം. പക്ഷേ അതല്ലാതെ പല ചാപ്പകളുമുണ്ട്. ഒരു സാധാരണ ഒരു ദരിദ്ര ചുറ്റുപാടിലുള്ള ഒരാൾക്ക് സർക്കാർ വെച്ച് നൽകുന്ന വീടിന് മുന്നിൽ വലിയ വലുപ്പത്തിൽ തന്നെ എഴുതി വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അയാളുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് നമ്മുടെയൊക്കെ പൊതുവായ മനസ്സിലാക്കൽ. എന്താണ് ലീഗിന് അതിലുള്ള ഒരു അഭിപ്രായം? സ്മൃതി, തീർച്ചയായും ഇത്തരമൊരു ആക്ഷേപം ഞങ്ങൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടുന്ന ഒന്നായി മാറുമായിരുന്നു. ഞങ്ങളൊരു ലോഗോ കൊണ്ടുവന്ന് ഏതെങ്കിലും നിലക്ക് ഈ വീടുകളുടെ മുന്നിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ എംബ്ലമാണല്ലോ ഇതിനകത്തെ പ്രശ്നം. നമ്മൾ പറയുന്നത് പോലെ ഫാക്ച്വലായ കാര്യങ്ങൾ ഫാക്ച്വലാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട എംബ്ലമാണ്. ഇപ്പൊ ഞാൻ സ്മൃതിക്ക് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് സ്മൃതിയുടെ വാട്സപ്പിൽ നേരത്തെ തന്നെ. അത് 4/11/2023 അയച്ചിട്ടുള്ള, അന്നത്തെ ഇടത് സർക്കാരും അതിന്റെ തദ്ദേശ മന്ത്രി MP രാജേഷുമായിരിക്കെ അയച്ചിട്ടുള്ള ഒരു സർക്കുലറാണ്. ആ സർക്കുലർ പറയുന്നത് കേരളത്തിലെ നഗരസഭകൾ ഈ PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട വീട് നിർമ്മിച്ചാൽ അവിടെ ഈ എംബ്ലം പതിച്ച് അത് തിരികെ റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള സർക്കുലറാണ്. ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചോ എന്ന് നോക്കാം. ഇവർ എങ്ങനെ ഒരു എംബ്ലം പതിച്ചോ? ഇന്ന് ഈ വാർത്തയൊക്കെ റിപ്പോർട്ടതിന് ശേഷം വൈകിട്ടത്തെ 4 മണിയിലെ ഷോ, എന്റെ ഓർമ്മ ശരിയാണ്, വിനോദ വേണു അല്ല മാധു അവതരിപ്പിക്കുന്ന ഷോയിൽ റിപ്പോർട്ടർ TV തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. അവിടെ ഒരു പഞ്ചായത്തിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വായിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞത് പ്രകാരം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ എംബ്ലം കേരളത്തിൽ PMAY പ്രകാരം നിർമ്മിച്ച വീടുകളിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് ഉത്തരം. ഇന്ന് ഫീൽഡിൽ നിന്ന് ഒരു റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, സോറി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനിയിപ്പോ വലിയൊരു ചോദ്യമായി വരുന്നത് സ്മൃതി, ഈ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ. മൂന്നാമത് ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് കേരള ലൈഫ് മിഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. അത് മാത്രമല്ല ഒരുപാട് ചിത്രങ്ങൾ അതിലുണ്ട്. അതിലൊരു സ്ത്രീ നിൽക്കുകയാണ് ഒരു വീടിന്റെ മുന്നിൽ. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടാണ്. ആ വീടിന്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ ആ വീടിൽ കൃത്യമായി ഒരു മഞ്ഞ ബോർഡിൽ ലൈഫ് പദ്ധതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം കിടക്കുന്ന ചിത്രം, ഞാൻ ഇന്ന് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കണ്ട ചിത്രം മേഴ്സിക്കുട്ടിയമ്മ, അന്നത്തെ മന്ത്രിയാണ്, ഫിഷറീസ് വകുപ്പ് മന്ത്രി. അവർ വീടിന്റെ താക്കോൽ ദാനം, പ്രതീകാത്മക താക്കോൽ ദാന ചടങ്ങാണ്. വേദി നിറയെ ആളുകളുണ്ട്. ഒരു സ്ത്രീ, ഒരു ഗുണഭോക്താവ് ആ താക്കോൽ ഏറ്റുവാങ്ങുന്നു. വീടല്ല കൊടുക്കുന്നത്, പ്രതീകാത്മകമായി താക്കോൽ കൊടുത്ത് ആയിരക്കണക്കിന് രൂപ ചെലവാക്കി ഒരു ഇവന്റ് സംഘടിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് എന്താ പ്രശ്നം? ഞങ്ങളായിട്ട് പുതിയൊരു എംബ്ലവും കൊണ്ടുവന്നിട്ടില്ല. ഇവർ ഈ എംബ്ലം പതിച്ചിരുന്നു, അത് പതിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് വർഗീയതയുടെ ചാപ്പയാണെങ്കിൽ, ഇത് നരേന്ദ്രമോദിയുടെ ചാപ്പയാണെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഗതികെട്ട മനുഷ്യരുടെ മുതുകത്ത് കഴിഞ്ഞ ഇടത് സർക്കാർ ഈ ചാപ്പ പതിച്ചിട്ടുണ്ട്. അന്നില്ലാത്ത പ്രശ്നം ഇപ്പൊ ഇവർക്ക് എവിടുന്ന വന്നത്? ഇത് കൃത്യമാണ്. ഇത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ പിന്നെ എന്താണ്, ഇതിന്റെ 2ാം ഘട്ടം വരുന്നു. ഒരു MOU ഇപ്പൊ ഒപ്പിടണം. ഇവർ ആ MOU ഒപ്പിട്ടില്ല. നേരത്തെ ഒരു ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചപ്പോ കേരളത്തിലെ വീടില്ലാത്ത എല്ലാവരുടെയും പട്ടിക കൊടുക്കാൻ പറയും. ഇവർ ലൈഫ് പദ്ധതിയിൽ ആളുകളിലേക്ക് അത് പരിമിതപ്പെടുത്തിയ അനുഭവം കേരളത്തിലുണ്ട്. ഇവരുടെ പ്രസ്റ്റീജ് ലൈഫായിരുന്നു.
ഇവരുടെ ഗവൺമെന്റിന്റെ PR ആയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ഈ എംബ്ലത്തിൽ കയറി പിടിക്കുന്നത്. അതല്ലെങ്കിൽ ഈ വീടുകളിൽ ഈ എംബ്ലം എങ്ങനെ വന്നു, ഈ സർക്കുലർ എങ്ങനെ പോയി? ഇവർ ആത്മാഭിമാനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലൈഫ് മിഷന്റെ വെബ്സൈറ്റിൽ ഈ ഗതികെട്ട വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ ചിത്രം ഇവരെങ്ങനെ വെച്ച് പ്രചരിപ്പിച്ചു? PR-ന് ഇവർ ഉപയോഗിച്ചിട്ടില്ല. വയനാട്ടിലെ ടൗൺഷിപ്പ് പ്രൊജക്ട് നമ്മൾ കണ്ടതല്ലേ? ആ മനുഷ്യരെ എത്രമാത്രം ഇവര് അപമാനിക്കുന്ന രൂപത്തിലാണ് ഇവര് ആ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇനി രാഷ്ട്രീയമായ വിമർശനമാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോ KM ഷാജി ഗുജറാത്തിനെ കുറിച്ച് നടത്തിയ പ്രസംഗം, സ്മൃതി, നമ്മളെല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു വാക്കുണ്ട്, കോർപ്പറേറ്റ് ഹിന്ദുത്വ. അന്നത്തെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഞാൻ ആവർത്തിച്ച് കേട്ടതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടുത്തെ RSSന്, ഇവിടുത്തെ സംഘപരിവാറിന് ഹിന്ദുമതത്തോട് യഥാർത്ഥത്തിൽ ഒരു താല്പര്യമില്ല. ഇവർ ഈ രാഷ്ട്രീയം, ഈ വർഗീയ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത് ഹിന്ദുമതത്തിന്റെ പേരിലല്ല. ഇപ്പൊ അയോധ്യയിലൊക്കെ നമുക്കത് ബോധ്യപ്പെടുന്നില്ലേ? ഇവരുടേത് സാമ്പത്തിക താല്പര്യങ്ങളാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ രാഷ്ട്രീയം നടത്തുന്നത് എന്ന മട്ടിൽ നടത്തിയ ഒരു പ്രസംഗത്തെ ഇവർ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ആ മനുഷ്യൻ പ്രസംഗിക്കുന്ന വേദിയിൽ അയാളുടെ പിറകിലിരുന്നും അയാൾക്ക് മുന്നിലിരുന്നും RSSനും സംഘപരിവാറിനുമെതിരെ അയാൾ പ്രസംഗിക്കുന്നത് പലവട്ടം കേട്ട ഒരാൾ എന്ന നിലക്ക് എനിക്ക് KM ഷാജിയുടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ലവലേശം സംശയമില്ല. ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ സ്മൃതി, ഇവരിപ്പോ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം എന്ന് CPM ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണല്ലോ. ഞാൻ സ്മൃതിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ആഗോള അയ്യപ്പ സംഗമം ₹1 UP ഗവൺമെന്റ് സ്പോൺസർഷിപ്പ് തന്നിട്ടില്ല. ₹1 ആ പരിപാടിക്ക് UP ഗവൺമെന്റ് ചെലവാക്കിയിട്ടില്ല. ഈ രാജ്യത്ത് പിണറായി വിജയൻ അല്ലാതെ അന്ന് 10-28 മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ സ്മൃതി ഒന്നുകൂടി കേൾക്കണം, സെപ്റ്റംബർ 5-നായിരുന്നു കഴിഞ്ഞ നബിദിനം, മിലാദുൻ നബി എന്ന് പറയും. അപ്പോഴാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേര് ഉത്തരേന്ത്യയിൽ ഒരു ക്യാമ്പയിൻ നടന്നിട്ട് വലിയ ബുൾഡോസർ രാജ് നടക്കുന്നത്. ആ ബുൾഡോസർ ഇടിച്ചു നിരത്തിയ വീടുകൾ നേരിട്ട് കണ്ട ആളാ ഞാൻ. ബുൾഡോസർ ബാബ എന്നാണ് യോഗി ആദിത്യനാഥിന്റെ വിളിപ്പേര്. ആ യോഗി ആദിത്യനാഥിനെ 10 പൈസയ്ക്ക് ഉപകാരമില്ലാതിരുന്നിട്ട് കൂടി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു. വരാൻ കഴിയാതായപ്പോ അയച്ചു കൊടുത്ത സന്ദേശം ഉപചാരപൂർവ്വം ഈ കേരളത്തിൽ വായിച്ചു കേൾപ്പിച്ച പാരമ്പര്യമുണ്ട് ഇവിടുത്തെ ഇടത് സർക്കാരിന്. സ്വന്തം മകളെ ചോദ്യം ചെയ്യാൻ വീടിന് മുന്നിൽ ED വന്ന് നിൽക്കുമ്പോ അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് RSSനും BJPക്കുമെതിരെ ഒരു വാക്കുമിണ്ടാൻ ധൈര്യം കാണിക്കാത്ത CPM-ഉം അതിന്റെ നേതാക്കന്മാരും കാണിച്ചിട്ടുള്ള ഒരു വിധേയത്വവും ഞങ്ങൾ ഇവിടെ ഒരു RSSനോടും ഒരു സംഘപരിവാറിനോടും അവരുടെ ഒരു ഗവൺമെന്റിനോടും ഞങ്ങൾ കാണിച്ചിട്ടില്ല. മൂർച്ചയുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ ഷിബു മീരാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ലീഗുമായി ബന്ധപ്പെട്ട ലീഗിന് ഇതിനോടുള്ള അഭിപ്രായം എന്ത് എന്നറിയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞ സർക്കാർ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ തുടർച്ച നിങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് നേരെയുമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, വയനാട് ആദ്യമായി വീടുകൾ വെച്ചുകൊടുത്തത് മുസ്ലിം ലീഗാണ്. ആ വീടുകൾ അവർക്ക് കൈമാറുന്ന ചടങ്ങ് അതൊരു ആഘോഷമാക്കണ്ട എന്നും ഒരൊറ്റ ലീഗ് പ്രവർത്തനവും അതങ്ങ് മൊബൈലിൽ പകർത്തി അങ്ങനെ പരസ്യമാക്കാൻ വരണ്ട എന്നും തങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ആ വയനാട്ടിലെ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ അന്തസ്സ് അത് കാത്തുകൊണ്ട്, അവരുടെ ആത്മാഭിമാനം കാത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ചാപ്പകുത്തലിനോട് ലീഗ് എന്ന പാർട്ടിക്ക് എന്താണ് അഭിപ്രായം? ഇതിനകത്ത് സ്മൃതി ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നു. ആ ഗവൺമെന്റ് ആണെങ്കിൽ പിന്നെന്താണ്, പ്രാഞ്ചിയേട്ടന്റെ മൂത്താപ്പ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് അതിന്റെ പ്രധാനമന്ത്രി. ആ ഗവൺമെന്റ് ഇത്തരം പദ്ധതികൾക്ക് ഫണ്ട് തരണമെങ്കിൽ അവരുടേതായ ചില നിബന്ധനകൾ വെക്കുന്നു. ചില ഘട്ടങ്ങളിൽ നമ്മളത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ സ്വഭാവമുള്ള പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ PM ഉഷ LDF ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതിയാണ്. കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ ഈ PM ഉഷയുടെ എംബ്ലം ഇപ്പൊ ഉണ്ടെന്ന് സ്മൃതിക്കറിയോ? എന്നാൽ മറ്റു ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഐഡിയോളജിക്കലായി ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്ത. അത്തരം കാര്യങ്ങൾ നമുക്ക് ശക്തമായിട്ട് അവരെ എതിർക്കേണ്ടി വരും. അല്ലാത്ത കാര്യങ്ങളിൽ ചില നിബന്ധനകൾ, ഇപ്പോ 78,000 രൂപ വെച്ചോ മറ്റോ കിട്ടും. നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ മുന്നിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്ന ഒരു എംബ്ലം പതിക്കണമെന്ന നിർബന്ധത്തിന്റെ പേരിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ പാവങ്ങൾക്കാണ്. അവർക്ക് അവകാശപ്പെട്ട പൈസയാണ്. അത്തരം ചില കാര്യങ്ങൾ സമീപനം. എന്നാൽ PMCയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ പലവട്ടം ഞങ്ങളൊന്ന് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞില്ലേ, മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ പരിശോധനാ വിഷയം ഈ കരാറിൽ നിന്ന് പിന്മാറാനാവുമോ എന്നതാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയ ഒരു സമീപനം വേണ്ടിവരും. പുതുതായി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഒറ്റ നിലപാട് പറഞ്ഞിട്ട് ഇതിനൊക്കെ വേർതിരിച്ചെടുക്കാതെ ആത്യന്തികമായ ഒരു നിലപാട് ഏകപക്ഷീയമായി പറഞ്ഞു പോയാൽ നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് നഷ്ടമുണ്ടാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതാണ്. ഇപ്പൊ PM ഉഷ സംസ്ഥാനത്ത് നടപ്പാക്കിയല്ലോ. സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റി എംപ്ലോയ് ഉണ്ട്. അതാണ് അങ്ങനെ ചില പദ്ധതികളെ സ്പെസിഫിക് ആയി ഓരോ പദ്ധതിയെയും അനലൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പിറകിൽ ആ അജണ്ടയെ പ്രതിരോധിക്കാൻ നമുക്ക് എത്രമാത്രം കഴിയും. തീരെ കഴിയുന്നില്ലാണെങ്കിൽ അത് വേണ്ട. അതല്ല ഇത്തരം ജീവകാരുണ്യ സ്വഭാവം, ഇപ്പൊ നാഷണൽ ഹൈവേ, റേഷൻ പദ്ധതി, ഇതൊക്കെ നമ്മൾ നടപ്പാക്കേണ്ടി വരും. നമുക്ക് ഇതിനൊക്കെ പിന്മാറിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും കേരളത്തിന്? അങ്ങനെ നിന്നിട്ടുണ്ടോ എന്തെങ്കിലും കേരളം?
പിന്നെ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം എല്ലാവരും കൂടി ചേർന്ന് കെട്ടിവെക്കുന്നത്? ശരി, ഡോക്ടർ VPP മുസ്തഫ അങ്ങേക്ക് മറുപടി നൽകാം. ഇപ്പോൾ തങ്ങൾക്ക് പകരം മോദിയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ സ്ഥാനത്ത് എന്നാണ് KM ഷാജിയോട് A റഹീം MP ചോദിച്ചത്. ഇപ്പോൾ CPM അതിനോടുള്ള ശക്തമായ പ്രതികരണങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ കാലത്തും PMAY പദ്ധതി പ്രകാരം നൽകിയ വീടുകളിൽ എംബ്ലം പതിച്ചിട്ടുണ്ട്. മോദിയുടെ ചിത്രമല്ല, എംബ്ലം പതിച്ചിട്ടുണ്ട് എന്നതിന് ഉദാഹരണം ഞങ്ങളെ പ്രതിനിധി റാംഷാ ഇന്ന് ഒരു റിപ്പോർട്ട് ചെയ്തൊരു വീടിന് മുന്നിൽ നിന്നും 2024 നൽകിയ വീടാണ്. ആ വീടിൻ്റെ മുന്നിലും വലിയ അക്ഷരത്തിൽ തന്നെ ആ എംബ്ലം പതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം യഥാർത്ഥത്തിൽ എന്തിനോടാണ്? നിങ്ങളുടെ കാലത്ത് നടപ്പായിട്ടുണ്ട്, ശരിയാണ്. 2025 മുതൽ നിങ്ങൾ ഈ പദ്ധതി വേണ്ട, കരാറിൽ കേരളം പിന്നീട് ഒപ്പുവെച്ചിട്ടില്ല. പക്ഷെ അതുവരെയുള്ള പദ്ധതി പ്രകാരം ആ വീടുകൾക്ക് മുന്നിൽ എംബ്ലം ഉണ്ട്. ഇവിടെ ലീഗിൻ്റെ പ്രതിനിധിയും സ്മൃതിയുമെല്ലാം ഇതെല്ലാം LDFിൻ്റെ കാലത്തുള്ളതാണ്. ഈ വിഷയം മാത്രമല്ല, ഇന്നലെ PM ശ്രീ വിഷയം സംസാരിച്ചപ്പോൾ, അതുപോലെ മറ്റേ മദ്യനികുതി ഇളവ് വന്നപ്പോൾ ഉള്ള വിഷയം വന്നപ്പോൾ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിനെ തിരിഞ്ഞുകുത്തുന്നത്, അതിലെല്ലാം സ്മൃതിയും UDF പ്രതിനിധികളും കണ്ടെത്തുന്ന ന്യായം ഇതെല്ലാം LDF തുടങ്ങി വെച്ചതല്ലേ? ശരിയാണ്, ഞങ്ങൾ തുടങ്ങി വെച്ചു തന്നെ നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചോ? എന്തായിരുന്നു സ്മൃതിയുടെയും UDFകാരുടെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വാദം? ഇതാ LDFകാർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരാണ്, CPM BJPയുമായിട്ട് ഡീലുണ്ടാക്കുന്നവരാണ്, കേന്ദ്ര സർക്കാരിന് അടിയറവ് പറയുന്നവരാണ്, ഈ സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഴിമതിക്കാരാണ്, ആകെ മോശമാണ് പിണറായി വിജയനും ഭരണവും. അത് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്നത്? എന്ന് പറഞ്ഞാൽ LDF ജനവിരുദ്ധമാണ്, LDF മോശമാണ് എന്ന് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം LDF തുടങ്ങി വെച്ചതാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഭരണത്തിൻ്റെ നയം വെച്ച്, നിങ്ങളുടെ നിലപാടുകൾ വെച്ച് LDF ചെയ്ത തെറ്റായ നിലപാടുകളെ തിരുത്താനുള്ള ആർജവത്തോടുള്ള നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം നിങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ ചെന്ന് ചാടുമ്പോൾ അതിനെല്ലാം നിങ്ങൾ LDFനെ കുറ്റപ്പെടുന്നത് എന്താ കാര്യം? അവിടെയാണ് വ്യത്യാസം. ഇത് LDF തുടങ്ങി വെച്ചതിൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയായിട്ട് ഈ വിവാദം വന്നതിന് ശേഷം KM ഷാജിയുടെ ഇൻ്റർവ്യൂ വന്നല്ലോ. എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്താണ്, അന്ന് ഞാൻ പല പ്രസംഗങ്ങളും നടത്തും, ആ പ്രസംഗങ്ങൾ ചില പ്രയോഗങ്ങൾ മാത്രമാണ്, ഞാനിപ്പോൾ മന്ത്രിയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവും അതിൽ ഒരു 5 വർഷം അദ്ദേഹം MLAയും ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ ഈ നാടിനോട്? കാര്യങ്ങൾ പഠിച്ചു പറയണമെന്ന്, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പറയണമെന്ന്. അതല്ല അന്നത്തെ ഇടതുപക്ഷത്തെ എതിർക്കാൻ, CPMനെ എതിർക്കാൻ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് പോലെ എന്തും വിളിച്ചു പറയാം. എന്നിട്ട് അധികാരത്തിൽ വരുമ്പോൾ അയ്യോ അതൊക്കെ ഒരു പ്രയോഗം മാത്രമാണ്, ഇപ്പം എനിക്ക് ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതല്ലേ ശരിയായ ഒളിച്ചോട്ടം? അവർക്കല്ലേ ശരിക്കും ഉത്തരം മുട്ടിയിട്ടുള്ളത്? ഇവിടെ എന്താ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ സ്മൃതി കാര്യം PMAY എന്ന് പറയുന്നത് നേരത്തെ UPA ഗവൺമെന്റിന്റെ കാലത്ത് IAY ആയിരുന്നു, ഇന്ദിര ആവാസ് യോജനയായിരുന്നു. ദീർഘകാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധിയുടെ സ്മരണക്കാണ് കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ UPA ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഭവന പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ദിര ആവാസ് യോജന എന്നാണ് അതിന്റെ പേര്. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ LDF ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഏതെങ്കിലും വീട്ടിന്റെ മുന്നിൽ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഉണ്ട്, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫോർ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്ന IDP പദ്ധതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും വീടുകൾ കൊടുത്തിട്ടുണ്ട്. എവിടെയും അങ്ങനെ ഒരു ചാപ്പകുത്തൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മയിലും ഞാൻ ആളുകളിൽ നിന്ന് പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് 2006 VS ഗവൺമെന്റിന്റെ കാലത്ത് EMS ഭവന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് അന്നും നടപ്പിലാക്കിയത്. ഒരു വീട്ടിന്റെ മുന്നിലും ചാപ്പ കുത്തിയിട്ടില്ല. വീടുകൾക്ക് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവര് വന്നതിന് ശേഷമാണ് മോഡി ഗവൺമെന്റ് EMS ഭവന പദ്ധതികൾ നിർമ്മിച്ച വീടുകളിൽ പദ്ധതിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം IAY മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി. അവര് ഇത് മാത്രമല്ല, നേരത്തെ UPA ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അങ്ങനെ പഴയ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെയോ മറ്റൊക്കെ പേരിൽ ഉണ്ടായിരുന്ന പല പദ്ധതികളും അവർ മാറ്റിയിട്ടുണ്ട്.
അതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പേരുള്ള പദ്ധതികൾ മാറ്റിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള പദ്ധതികൾ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെ പേരുള്ള തൊഴിലുറപ്പ് പദ്ധതി മാറ്റി. ഇങ്ങനെ ഇതെല്ലാം മാറ്റിയിട്ട് അവർ പ്രൈം മിനിസ്റ്റർ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒന്നാം ഘട്ടമാണ് നേരത്തെ 2024 വരെ 24 വരെ ഉണ്ടായിരുന്നത്. PMAYയുടെ ഒന്നാം ഘട്ടം. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് PMAY അർബൻ, മറ്റൊന്ന് PMAY ഗ്രാമീൺ. അതിൽ ഗ്രാമീൺ എന്ന് പറയുന്ന പദ്ധതിക്ക് 72,000 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഒരു ഗ്രാമത്തിൽ വീട് വെക്കാനുള്ള വിഹിതമായിട്ട്. ഒരു നഗരത്തിൽ വീട് വെക്കാനുള്ള വിഹിതമായിട്ട് ആദ്യം 1,10,000 രൂപയായിരുന്നു, പിന്നീട് 1,05,000 രൂപയായിരുന്നു. പിന്നീട് അത് അവസാന വർഷത്തിലേക്ക് എത്തിയപ്പോൾ 1,50,000 രൂപയായിട്ട് നഗരങ്ങളിൽ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ പദ്ധതി നടപ്പിലാക്കാൻ സ്മൃതി ഒരു MOU ഒപ്പിടാനില്ല. അവരുടെ ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ഈ പദ്ധതി എങ്ങനെ അത് നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, അതിൻ്റെ ഗ്രാമീൺ അർബൻ, അത് നടപ്പിലാക്കാനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഉണ്ടായിരുന്നത്. അന്ന് അതിന് വേറെ പ്രത്യേകിച്ചൊരു MOU ഉണ്ടായിരുന്നില്ല. ഈ 2025 കൂടിയാണ് PMAYയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അത് 5 വർഷത്തേക്കുള്ളതാണ്. ആ രണ്ടാം ഘട്ടം വന്നപ്പോഴാണ് അവർ MOU കൊണ്ടുവരുന്നത്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ കിട്ടാറുണ്ട്, അതിനൊന്നും നമ്മൾ MOU ഒപ്പിടാറില്ല. PMC വന്നപ്പോഴാണ് MOU ഒപ്പിടാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ DPEP പോലെയൊക്കെയുള്ള ധാരാളം പദ്ധതികൾ ഉണ്ടായിരുന്നു, അന്നൊന്നും MOU ഉണ്ടായിട്ടില്ല. ഇപ്പോൾ PMC വന്നപ്പോഴാണ് MOU ഒപ്പിടാൻ പറയുന്നത്. അതുപോലെയാണ് ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ MOU ഒപ്പിടാൻ പറയുന്നത്. ആ MOUയിലെ ഒരു കണ്ടീഷനാണ് ഈ വീടുകൾക്ക് മുന്നിൽ ബ്രാൻഡിങ് വേണമെന്ന്. ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, വെറുതെ ലോഗോ പേസ്റ്റ് ചെയ്യണമെന്നല്ല. ഉപയോഗിച്ച വാക്ക് ബ്രാൻഡിങ് വേണമെന്നാണ്. എന്നാൽ ആദ്യത്തേതിൽ അവർ ലോഗോ വേണമെന്ന് പറയുന്നുണ്ട്. കംപ്ലീഷന് വേണ്ടിയിട്ട് ലോഗോ വേണമെന്ന് അവരുടെ ആദ്യത്തെ ഗൈഡ് ലൈൻ ഞാൻ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ വാചകം ഒന്ന് വായിച്ചു തരാം. അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറയുന്നത് PMOYയുടെ വീട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലോഗോ വേണം, കംപ്ലീഷനാണ് എന്നറിയിക്കാൻ. ആ കാര്യമാണ് കേരളത്തിൽ ഈ PMAY പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ആയിട്ടുള്ള കുടുംബശ്രീ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ആ വാചകം അവർ അതിൻ്റെ ആ ഗൈഡ് ലൈനിൽ പറയുന്നു. കംപ്ലീറ്റഡ് ഹൗസ്, അത് മാനദണ്ഡം. ആ കംപ്ലീറ്റഡ് ഹൗസിൻ്റെ മാനദണ്ഡം പറയുന്നത് എ ഹൗസ് ഇൻ വിച്ച് വാൾസ് ആൻഡ് സീലിംഗ് ആർ കംപ്ലീറ്റഡ്, പ്ലാസ്റ്റേർഡ് ആൻഡ് പെയിന്റഡ്, ഫ്ലോർ ഫിനിഷസ്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ്, ഡോർസ് ആൻഡ് വിൻഡോസ് ഇൻസ്റ്റാൾഡ് along with the logo of PMAY will be considered as complete. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാർഗനിർദ്ദേശത്തിൽ PMAY-1 ഈ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ കേരളത്തിലെ നോഡൽ ഏജൻസി അവരുടെ സർക്കുലറിൽ അത് വളരെ ചെറിയ ഒരു എംബ്ലം ഇന്ന് മന്ത്രി തന്നെ കാണിച്ചല്ലോ, അത്രയേ ഉള്ളൂ. എന്നാൽ PMAY-2 വേണ്ടിയിട്ടുള്ള MOUവിൽ പറയുന്നത് ബ്രാൻഡിങ് വേണം. ആ ബ്രാൻഡിങ് എന്ന് പറയുന്നിടത്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ വേണമെന്നുള്ള നിലയിൽ അനൗപചാരിക ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കേരളത്തിൻ്റെയും ഈ മേഖലയിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അനൗപചാരിക ചർച്ചകളിൽ പറയുന്നത്. ഈ MOU ഒപ്പിടുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അർബൻ അഫയേഴ്സ് സെക്രട്ടറിയും നമ്മുടെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എല്ലാം ബന്ധപ്പെട്ടപ്പോഴാണ് കേന്ദ്രത്തിലെ നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഈ നിലയിലുള്ള നിർദ്ദേശം വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അങ്ങ് വായിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മന്ത്രി MB രാജേഷ് തദ്ദേശ മന്ത്രിയായിരിക്കെ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കത്താണ് നേരത്തെ എൻ്റെ അടുത്ത് എനിക്ക് അയച്ചതായിട്ട് നേരത്തെ ഷിബു പറഞ്ഞത്. അത് നേരത്തെ അദ്ദേഹം പറയുകയും ചെയ്തല്ലോ. അപ്പോൾ നിങ്ങളുടെ കാലത്ത് ഇതിലിപ്പോൾ നീതികേട് എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്നത് വളരെ പരിമിതമായ തുകയാണ്. ഇപ്പോൾ ഗ്രാമപ്രദേശത്തിൽ അത് 72,000 ആകുന്നു, നഗരപ്രദേശത്തിൽ അതിൽ 1,00,000 ചില്ലാനമാകുന്നു. ബാക്കി തുക മുഴുവൻ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്, സംസ്ഥാനങ്ങളാണ് നൽകേണ്ടത്. അപ്പോൾ അതിലൊരു നീതികേട് സംഭവിക്കുന്നു. അതിലപ്പുറം ഈ പറയുന്ന ലോഗോ പ്രദർശിപ്പിക്കണം, അതിൽ ബ്രാൻഡിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ലൈഫ് പദ്ധതിയുടെ കാര്യത്തിലും നേരത്തെ EMS ഭവന പദ്ധതിയുടെ കാര്യത്തിലും ഒക്കെ തന്നെ വീടിന് മുന്നിൽ വലിയ അക്ഷരത്തിൽ മഞ്ഞ കളറിൽ എഴുതി വെക്കുന്നുണ്ട് ശ്രീ VPP മുസ്തഫ. അപ്പോൾ അതിൽ ആ വാദം നിൽക്കുന്നില്ല. വീടിന് മുന്നിൽ ഈ പറയുന്ന ചാപ്പകുത്തൽ, ബ്രാൻഡിംഗ് എന്ന പേര് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ ചാപ്പകുത്തലുണ്ട് എല്ലാ വീടുകളിലെ ലൈഫ് പദ്ധതി വീടുകളുടെ മുന്നിലുണ്ട്. എൻ്റെ മുന്നിലും അതിൻ്റെ ചിത്രങ്ങളുണ്ട്, ചില വീടുകളുടെ ചിത്രങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? അങ്ങ് പറഞ്ഞൊരു നീതികേടി പറഞ്ഞ ഈ തുക, ചെറിയ തുക തന്നിട്ട് അവരുടെ പേരിൽ അത് അറിയപ്പെടണമെന്ന് പറയുന്ന ആ ഒരു നീതികേടുണ്ട്. അതിലപ്പുറം ലൈഫ് പദ്ധതി എൻ്റെ മുന്നിലുള്ള ചിത്രത്തിൽ
പറയുന്ന വീട്ടുകാരിയുടെ പേരടക്കം അതിൽ എഴുതി വെച്ചിരിക്കും, ഞാൻ അത് പറയുന്നില്ല. ലൈഫ് ഭവന പദ്ധതി 2008-19 ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ ഡാഷ് ആളുടെ ഭവനം എന്ന് എഴുതിയിട്ടുണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ ലൈഫ് പദ്ധതിയും വലിയ രൂപത്തിൽ മഞ്ഞ കളറിൽ വീടിന്റെ മുന്നിൽ തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൽ, ആ മന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ എം പി രാജേഷല്ല, നേരത്തെ ഗോവിന്ദമാഷ് ഇരിക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്തത് ഫയലുകൾ മറ്റും കണ്ട ഒരാളെന്നുള്ളതിൽ ഞാൻ സ്മൃതിയോട് ഉറപ്പിച്ചു പറയുന്നു, അത് ശുദ്ധ വിവരക്കേടാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയാൻ കാരണം, താങ്കൾ നേരത്തെ ഇടയിൽ ഞാൻ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു EMS ഭവന പദ്ധതി ബോർഡ് വെച്ചു എന്ന്. അന്നത്തെ മാധ്യമ വാർത്തകൾ താങ്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓർത്തു നോക്കൂ. അങ്ങനെ ചില വാർത്തകൾ വന്നപ്പോൾ ചില പഞ്ചായത്തുകളിൽ അങ്ങനെ എഞ്ചിനീയർമാർ, അവരാണ് നിർവഹണ ഉദ്യോഗസ്ഥർ, അതുപോലെ VO ഗ്രാമസേവകനാണ് അതിൻ്റെ മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഇതിൻ്റെ ഓരോ സ്റ്റേജും നോക്കി അവർക്ക് സ്റ്റേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഓരോ ഗഡുക്കളായിട്ട് പണം അനുവദിക്കുന്നവർ, അവരങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല കൃത്യമായ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്, അന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു, അങ്ങനെ ബോർഡ് വെക്കരുത്, അത് ശരിയല്ല, അങ്ങനെ ബോർഡ് വെക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടില്ല, ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശത്തിൽ അതില്ല എന്ന് പറഞ്ഞ് അത്തരം ബോർഡുകൾ വെക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ ഇങ്ങനെ ഈ ആടിനെ പട്ടിയാക്കരുത്. ഇവിടെ കാര്യം എന്താ? ഇവിടെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് വിധേയമാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇതിനെ വെറുതെ KM ഷാജി ഇന്നലെ ഒന്ന് പറഞ്ഞു, ഇന്നൊന്ന് പറഞ്ഞു, അങ്ങനെ ഒരു തിരിയുന്നതല്ല, തഞ്ചത്തിൽ തിരുത്തുന്നതുമല്ല, അങ്ങേയറ്റം ദാസ്യ നിലപാട് UDF ഗവൺമെന്റുകളോട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാ ED പേടി? ആ ED പേടി ചന്ദ്രിക ഓഫീസിൽ കയറി ഹൈദരാലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തു. ഈ നിലയിൽ തന്നെയാണ് അവർ അല്ല മടങ്ങി തരാന്ന് പറഞ്ഞാൽ അയാൾ അപ്പുറത്തിരുന്നിട്ട്, അല്ലല്ല ഒരു മിനിറ്റ്, അപ്പുറത്തിരിക്കുന്നയാൾ പിണറായി വിജയന്റെ വീട്ടിൽ ED കയറിയത് പറഞ്ഞു, മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് പറയുമ്പോൾ തടസ്സപ്പെടുത്താൻ എന്താ ഇത്ര വലിയ വേവലാതി? അപ്പൊ അദ്ദേഹത്തോട് പിണറായി വിജയന്റെ വീട്ടിൽ ED കയറുന്നത് ഇന്നത്തെ വിഷയമല്ലല്ലോ. അദ്ദേഹം അതിനെ പറഞ്ഞപ്പോൾ എനിക്കതിന് മറുപടി പറയണ്ടേ? ED എവിടെയൊക്കെ ലീഗുകാരടുത്ത് കയറിയിട്ടുണ്ടെന്ന് അതിന്റെ പേടിയിലാണ് ഈ ലീഗിന്റെ മന്ത്രിമാരും നേതാക്കളും എല്ലാം ഈ UDF മോഡി ഗവൺമെന്റിന് കീഴടങ്ങുന്നതെന്ന്. അപ്പൊ നിങ്ങൾ പറയല്ല എന്ന് പറയുന്നത് എന്തർത്ഥ സ്മൃതി? ഇങ്ങനെയൊന്നും ഒരു ചർച്ചയിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കരുത്. അങ്ങ് പറയൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. പറഞ്ഞോളൂ, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഇത്രയും ചോദിക്കാൻ പോയുള്ളൂ. അങ്ങ് പറഞ്ഞു ഈ ലൈഫ് മിഷന്റെ ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു വീടിന് മുന്നിലായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ലൈഫ് മിഷന്റെ സൈറ്റിൽ ഇപ്പോഴും നോക്കിയാൽ കാണാം, എല്ലാ വീടുകൾക്ക് മുന്നിലും ഈ പറയുന്ന മഞ്ഞ കളറിൽ നല്ല ചതുരത്തിൽ നല്ല വലിയ അക്ഷരത്തിൽ വീടിന് മുന്നിലുണ്ട് ലൈഫ് മിഷനിലൂടെയാണ് ഈ വീടെന്ന്. അങ്ങ് പരിശോധിക്കൂ, സൈറ്റിൽ പരിശോധിക്കൂ. ലീഗുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് ലീഗ് പ്രതിനിധി മറുപടി നൽകും. ഞാൻ ബാക്കിയുള്ളവരിലേക്ക് പോകുന്നു. PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം അത് വെറുതെ ഉണ്ടാക്കിയൊരു വിവാദമായി അങ്ങ് കാണുന്നുണ്ടോ? പക്ഷെ ലീഗിലെ പ്രധാനപ്പെട്ട നേതാവായ KM ഷാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ തന്നെയാണ് എപ്പോഴും ശ്രദ്ധേയനായിട്ടുള്ളത്. ഈ മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം RSSുമായി ബന്ധപ്പെട്ട്, BJPയുമായി ബന്ധപ്പെട്ട്, സംഘപരിവാറുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത നിലപാടുകൾ, കണിശമായി പറഞ്ഞ പ്രസംഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. പക്ഷെ മന്ത്രിയാകുമ്പോൾ അദ്ദേഹം പ്രായോഗികവാദിയാകുന്നു. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ലല്ലോ മന്ത്രിയായിരിക്കുമ്പോൾ പറയേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ PM ശ്രീ കടലെറിഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പോൾ PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് മോദിയുടെ പടമല്ല ലോഗോ ആണ് എന്ന് പറയുമ്പോഴും ആ ലോഗോയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. പക്ഷെ ഇതാണ് ചട്ടം എന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് ചട്ടം, അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന രൂപത്തിലേക്ക് അനുസരണാശീലരാകേണ്ടതുണ്ടോ സംസ്ഥാനങ്ങൾ? തീർച്ചയായിട്ടും ഇത് ആത്മാഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് വാങ്ങിപ്പോകുന്ന മനുഷ്യരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇത്തരം നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി ശ്വാസം മുട്ടിച്ച് ഇത്തരം ഫണ്ടുകൾ ഏറ്റുവാങ്ങി അവരാവശ്യപ്പെടുന്ന ലോഗോ പ്രദർശിപ്പിച്ച് ആ പണം കൈപ്പറ്റേണ്ടി വരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഗതികേടും കഷ്ടമാണ്. ഷാജിയെ പോലൊരു നേതാവിൽ നിന്ന് ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ സംഘപരിവാറിനെതിരെ തീ തുപ്പിയിട്ടുള്ള ഷാജിയെ പോലൊരാൾ ഇത്രയും പെട്ടെന്ന് മന്ത്രിയായി തൊട്ട് പിന്നാലെ ഇത്രയും കോംപ്രമൈസിന് തയ്യാറാകുമോ എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പ്രാക്ടിക്കാലിറ്റി, പ്രായോഗികത എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനോട് ഏറ്റുമുട്ടി കിട്ടാവുന്ന ഫണ്ടുകളൊന്നും വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ? എല്ലാ വിഷയത്തിലും ഒരു ഏറ്റുമുട്ടലിന്റെ ഇത് തുറന്നാൽ കേരളം പോലെ കടക്കണിയിലായ 10,000 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ്സ് ഉള്ള, എല്ലാ അർത്ഥത്തിലും ഉടൻ കൊടുക്കേണ്ട 80,000 കോടിയുടെ കണക്കൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു പണവും
ഒരു അഭിമാനക്ഷതമുള്ള ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല, ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ വടി പോലെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു വഴക്കോ ഇല്ല എന്ന് വന്നാൽ, കേന്ദ്രമാവട്ടെ അത്ര ആത്മാഭിമാനത്തിന് തെല്ലും വില കൽപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റു 30 സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വഴങ്ങാൻ തയ്യാറാണ്. അവർ നട്ടല് വളയ്ക്കുന്നുണ്ട്, അവർ വളച്ചിട്ടാണെങ്കിലും പണം വാങ്ങുന്നുണ്ട്. നിങ്ങൾ മാത്രം ഇങ്ങനെ ആത്മാഭിമാനം പറഞ്ഞു നിന്നാൽ, ഞങ്ങൾക്ക് പണം തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഇങ്ങനെ പൊരുതി നിൽക്കാൻ പറ്റൂ? വിട്ടുവീഴ്ചകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഇത്തരത്തിൽ ഈ കേന്ദ്രം കാണിക്കുന്നത് ഓർക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ പല സംഘടനകളും ഇങ്ങനെ ഒരു 5000 രൂപയുടെ സഹായം ചെയ്തിട്ട് 25,000 രൂപ പബ്ലിസിറ്റി നടത്തും. ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പത്രങ്ങളെല്ലാം അത്തരം ഫോട്ടോസൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് പത്രങ്ങൾ പൊതുവായിട്ട് അന്നത്തെ മാധ്യമങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്തു, ഈ മാതിരി പടങ്ങൾ കൊടുക്കണ്ട, ഈ പിള്ളേർക്ക് സ്ലേറ്റ് കൊടുക്കുന്ന, അവർക്ക് എന്തെങ്കിലും എന്താ പറയുക യൂണിഫോം കൊടുക്കുന്ന, എന്നിട്ട് അത് വലിയ ആഘോഷമായിട്ട് പടമാക്കി സൂട്ടും കോട്ടും ഇട്ട ആളുകൾ ഇങ്ങനെ നിന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുഞ്ഞിനെയോ അതിന്റെ അമ്മയൊക്കെ വിളിച്ച് സ്റ്റേജിൽ വരുത്തി ഈ സഹായം മേടിക്കുന്ന പടം എടുത്ത് ഇങ്ങനെ ഞെളിഞ്ഞേക്കുന്ന അത്തരം പടങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം ജ്യോതിർഘോഷിനൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാലത്ത് പത്രങ്ങൾ എടുത്തു. അന്ന് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇതെല്ലാം വലിയ ആഘോഷപൂർവ്വം ഇത് കൊടുത്തിട്ട് ഈ സംഘടനകൾ ഞങ്ങൾ മഹാമനസ്കരാണ്, കാരുണ്യത്തിന്റെ പര്യായമാണെന്ന് പറയുന്ന രീതിയിൽ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടത്? അത് വാങ്ങുന്നവരുടെ ആത്മാഭിമാനത്തെ, അത് വാങ്ങി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ആത്മാഭിമാനത്തെ, ഇത് അന്ന് അവിടുന്ന് നീ വാങ്ങിച്ച ഷർട്ടല്ലേ, അവിടുന്ന് കിട്ടിയ യൂണിഫോം അല്ലേ, ആ സ്ലേറ്റ് അല്ലേ, ആ സഞ്ചി അല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസിക ആഘാതം ഉണ്ടല്ലോ, ഏതാണ്ട് അതിന് സമാനമല്ലേ ഈ കേന്ദ്രം 72,000 രൂപ കൊടുത്തിട്ട് ഒരു നാട്ടിൻപുറത്തൊരു കൊച്ചു വീടിന് 72,000 രൂപ കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ ഈ വീടിന്റെ ഐശ്വര്യം PMAY എന്ന് എഴുതി വെപ്പിക്കുന്ന ഈ പണിയെ എന്തെന്നാ പറയുക? സത്യത്തിൽ ഇതിനകത്ത് ഗതികേട് കൊണ്ട് ഇതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാന സർക്കാരിനെയാണോ, നിവൃത്തികേട് കൊണ്ട് ആ മന്ത്രിപദത്തിൽ എത്തിയപ്പോ ഇത് ചെയ്യാൻ വിധിക്കപ്പെട്ട ഷാജിക്ക് ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യന്റെ നിസ്സഹായതയാണോ? യഥാർത്ഥത്തിൽ ഹൂ ഈസ് ദ കൾപ്രിറ്റ്? റിയൽ കൾപ്രിറ്റ് ആരാ? റിയൽ കൾപ്രിറ്റ് ഇതൊക്കെ എഴുതി വെക്കണം എന്ന് പറയുന്ന, ഇത് നിബന്ധനയാക്കി എങ്കിലേ ഈ കാശ് തരൂ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇത് PM ശ്രീയുടെ കാര്യത്തിലായാലും ശരി, ഈ PMAയുടെ കാര്യത്തിലായാലും ശരി, സത്യത്തിൽ ചെറുതാകുന്നതും കൊച്ചാകുന്നതും ആളുകളെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും സംസ്ഥാന സർക്കാരുകളെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതും ഈ പറഞ്ഞ സർക്കാരുകൾക്കും ഈ കേന്ദ്ര സർക്കാരിന് ഭൂഷണമാണോ? ഇവിടെ മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുമ്പോൾ, മുസ്തഫ പറഞ്ഞു ഇതൊക്കെ ഈ വഴക്കമൊക്കെ ഇതൊക്കെ പറഞ്ഞ അധികാരത്തിലേറിയ നിങ്ങൾ തിരിച്ച് ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോൾ ഈ രീതിയിൽ നടുവളയ്ക്കുന്നതും കുനിഞ്ഞു കൊടുക്കുന്നതും മുട്ടിലിരിക്കാൻ പറയുമ്പോൾ എഴയുന്നതായിട്ടുള്ള ഈ പണി, ഇതൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ വോട്ട് വാങ്ങിച്ചതും അധികാരത്തിൽ വാങ്ങിച്ചതും? ഇത് UDF മാത്രമല്ല മുസ്തഫ ചെയ്തിട്ടുള്ള, നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളില്ലേ? നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് K കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവരുന്ന സമയത്ത് അന്നത്തെ MLA ആയിരുന്ന, ആ സ്ഥല MLA ആയിരുന്ന ശർമ്മ എന്താ പറഞ്ഞത്? എന്റെ നെഞ്ചില് കൂടി അവിടെ അതിലൂടെ വിമാനം പറക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? ശരിയല്ലേ? പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്കൊക്കെ പാലിച്ച് ശർമ്മ MLA പിന്നീട് അതിന്റെ ചെയർമാനായത് നമ്മൾ കണ്ടതല്ലേ? അതുപോലെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തില് ഇത് ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് ആ പദ്ധതിക്കെതിരെ ജനരോഷം ഇളക്കി വിട്ട് അതിനെതിരെ വലിയ സമര പരമ്പരകളും വേലിയേറ്റങ്ങളും നടത്തിയ നമ്മുടെ P രാജീവ് എന്ന് പറഞ്ഞ പിന്നീടുള്ള വ്യവസായ മന്ത്രി ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികകല്ലാണെന്ന് വാക്കുമാറ്റി പറഞ്ഞില്ലേ? അപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതും ഭരണപക്ഷത്തിരിക്കുമ്പോൾ യാഥാർത്ഥ്യബോധവും പ്രായോഗികതയും ചില കാര്യങ്ങളിലെങ്കിലും യഥാർത്ഥ വസ്തുത ഉൾക്കൊള്ളാൻ ആ ഭരണത്തിലിരിക്കും നമുക്ക് നിർവാഹമില്ലാതെ വരും, അത് അംഗീകരിക്കാതെ. അങ്ങനെ അല്ലാതെ ഒരു കാര്യം നടത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് ഇത്തരം ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോ സ്മൃതി പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഈ പദ്ധതിയിൽ മാത്രമല്ല EMS ഭവന പദ്ധതിയുടെ കാര്യത്തിലായാലും അദ്ദേഹം പറഞ്ഞതുപോലെ VP മുസ്തഫ പറഞ്ഞ പോലെ EMS ഭവന പദ്ധതിയിൽ ചിലയിടത്തുനിന്ന് പരാതികൾ ഉണ്ടായി. അതിനുശേഷം സർക്കാർ ഇടപെട്ടു, അത് നിർത്തിച്ചു എന്നുള്ളതാണ്. ലൈഫ് മിഷന്റെ കാര്യത്തിൽ 2018-2019 വീടുകളിലാണ് ഈ തരത്തിൽ വീടുകൾക്ക് മുന്നിൽ വലിയ രൂപത്തിൽ ഈ ലോഗോ പതിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അത് ഉണ്ടായിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സ്വയം നീങ്ങാമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ PMAY പദ്ധതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് അത് അന്തസ്സുള്ള പരിപാടിയാണെന്നേ. അത് അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് ഇപ്പൊ ഈ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ ഈ 73,000 രൂപയും ഈ 1.5 ലക്ഷം കൂടാതെ നമുക്ക് ഈ പദ്ധതികൾ നടപ്പാക്കാൻ ശേഷിയുണ്ടെങ്കിൽ, നമുക്കതിന് താങ്ങാൻ പറ്റുമെങ്കിൽ ഒരാളുടെ മുമ്പിൽ നടുവളയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ആകാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വ്യവസ്ഥകൾക്ക് വിധേയരാകേണ്ടി വരുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെ ആവശ്യം വളരെ ഗുരുതരമാണ്. ഒരു ചൊല്ലില്ലേ മലയാളത്തില്, നിർവാഹം ഇല്ലാതെ വന്നാൽ നീതിമാൻ ആടിനെ വിൽക്കും എന്ന്.
നീതിബോധമുള്ള ഒരാൾക്ക് ആടിനെ വിൽക്കുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗുരുതര രോഗം ബാധിച്ചാൽ അത്രയും ലാളിച്ച് സ്നേഹിച്ച് എത്രത്തോളം അഭിമാനബോധവും എന്താ പറയാ അത്രത്തോളം ആ ഒരു നീതിബോധമൊക്കെ ഉണ്ടെങ്കിലും നിവൃത്തിയില്ലാതെ വന്നാൽ, നിർവാഹം ഇല്ലാതെ വന്നാൽ നീതിമാൻ ആടിനെ വിൽക്കില്ലേ? ആ നിർവാഹമില്ലാത്ത നീതിമാന്റെ അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിനെ ഈ കേന്ദ്രം എത്തിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ വിമർശിച്ചുകൂടാ എന്നൊരു അഭിപ്രായമാണ് അങ്ങേക്ക്? അല്ല, ഞാൻ പറയുന്നത് വിമർശനമൊക്കെ ആവാം, പക്ഷെ അത് കുറച്ചുകൂടി തങ്ങളുടെ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളതും ചില ഘട്ടങ്ങളിൽ ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ പോലും ശിവൻകുട്ടി പറഞ്ഞത് ഈ കാശില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, പിള്ളേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങൾ നടത്തണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒപ്പിട്ടതിനെ ന്യായീകരിച്ച് നമ്മൾ കണ്ടതല്ലേ. പക്ഷെ ഒടുവിൽ CPIയുടെ എതിർപ്പിൽ അതിൽ നിന്ന് പിന്മാറി അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വീണ്ടും വിചാരം വന്ന് അതിൽ ഒപ്പിട്ട കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ഒപ്പിടാൻ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അഭിമാനവും അവരുടെ രാഷ്ട്രീയവും അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രവും ഇതുപോലുള്ള ഒരു കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കിട്ടുന്ന പണം പുല്ലുപോലെ പോടാ പുല്ല് എന്ന് പറയല്ലേ, ഞങ്ങൾക്ക് ആ കാശ് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു, പക്ഷെ ചില ഘട്ടങ്ങളിൽ അത് പറയാൻ പറ്റാതെ വരുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ ഗതികേട് കൊണ്ടാണ്, ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക എന്താ പറയാ അവസ്ഥ കൊണ്ടാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് നിവൃത്തികേട് കൊണ്ടാണെന്നും, അതേ സാധനം UDF ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായ എന്താ പറയാ ഏറ്റവും വലിയ അപജയമാണ് എന്ന് പറയുന്നത്, ശിവൻകുട്ടി ചെയ്യുമ്പോൾ ന്യായവും അല്ലെങ്കിൽ ഷാജി പറയുമ്പോൾ അത് വലിയ ലോകത്തെ ഏറ്റവും വലിയ അധർമ്മവും അന്യായവുമാക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പ് വരുന്നത്. ഈ ഇത്തരം വിട്ടുവീഴ്ചകൾ അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും വേണ്ടിവരും. അത് നിർബന്ധിതരാകുന്നതാണ്. അതിനെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം അനുസരിച്ച് ചിലപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി എന്താ പറയാ ഒരു അയഞ്ഞ അല്ലെങ്കിൽ കുറച്ചുകൂടി അനുഭാവപൂർണമായ ഒരു വിമർശനവും നിലപാടും കൈക്കൊള്ളേണ്ടി വരും എന്നാണ് എന്റെ പക്ഷം. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പോഴും മുഖ്യപ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്. ഇങ്ങനെ ചരടുള്ള വ്യവസ്ഥയുള്ള ലോണുകൾ ADB പോലും ഇത്രയും വലിയ ചരടും വ്യവസ്ഥയൊന്നും പറയാറില്ല. എന്നിട്ട് പോലും ഒരു കാലത്ത് നമ്മളെ ഇതിനൊക്കെ എതിർത്താന്ന് കുറച്ചുകൂടെ നമുക്ക് സാമ്പത്തിക ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. അതിനനുസരിച്ച് കേന്ദ്രം അടക്കം നമ്മുടെ മേൽ വ്യവസ്ഥകൾ ഇങ്ങനെ നിരന്തരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കാശ് തരില്ല, നിങ്ങളെ ശ്വാസം മുട്ടിക്കും എന്ന് പറയുന്ന. അപ്പൊ ഇതിനകത്ത് മെയിൻ കൾപ്രിറ്റ്, മുഖ്യപ്രതി കേന്ദ്ര സർക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് അടിക്കാൻ BJP ശ്രമിക്കുമ്പോൾ ഒരല്പം കൂടിയൊക്കെ ഇങ്ങനെ ഒരു സാധാരണ ജനങ്ങളെ ഈ രീതിയിലൊക്കെ നിർബന്ധിക്കുന്നത് തെറ്റാണ്. എംബ്ലം എഴുതി വെച്ച് ഇത് ദാനം കിട്ടിയതാണ്, ഇത് സൗജന്യമാണ്, നിങ്ങൾക്ക് ഔദാര്യത്തിൽ കിട്ടിയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന ആ താമസക്കാർക്കും ആ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ആ ഒരു വല്ലാത്ത കോംപ്ലക്സ് സർക്കാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു തെമ്മാടിത്തരാണ്, ഒരു സംശയമില്ല. അത് മാനസികമായിട്ട് പോലും ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണ്. മറ്റുള്ളവർ നീ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്, ഒരു സഹപാഠി ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയപ്പോ ചോദിച്ചാൽ ആ വീട്ടിലല്ലേ, സർക്കാർ തന്ന വീട്ടിലല്ലേ എന്ന് ചോദിക്കുന്ന എല്ലാരും ചോദിക്കുന്നല്ല. വീട്ടിൽ വിരുന്ന് വരുന്നവർ കാണും, ചിലപ്പോൾ ഒരു വിവാഹാലോചനയെ ബാധിക്കും. ഇതെല്ലാം പല രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക, സാധ്യതകൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ജനത്തെ അല്ലെങ്കിൽ ഈ വീട് വാങ്ങുന്ന അല്ലെങ്കിൽ വീട് കിട്ടുന്ന മനുഷ്യരെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ സർക്കാരിന്, ഇന്ത്യ മഹാരാജ്യത്തെ സർക്കാരിന് എത്ര കണ്ട് ഭൂഷണമാണ് എന്നുള്ള കാര്യം അവരും കൂടി ആലോചിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരുകളെ മാത്രം ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ പ്രധാന മുന്നണികൾ പരസ്പരം പഴിചാരുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഉള്ള പ്രതികൾക്കെതിരെയാണ് സംയുക്തമായിട്ട് നിങ്ങളുടെ യുദ്ധമുഖം തുറക്കേണ്ടത്. ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിലേക്ക് സംസ്ഥാനത്തെ തള്ളിയിടുന്ന കേന്ദ്രത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇതിലെ വിമർശനം ഉയരേണ്ടത് എന്നാണ് എന്റെ പക്ഷം. ശരി, ശ്രീ KG ജ്യോതിർഘോഷ്, ഇപ്പോൾ നയം, പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ആദർശം ഇതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ധാരാളമായി ഉപയോഗിക്കാൻ കഴിയുന്നതും ഭരണത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പ്രായോഗികതയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുമായ ഒരു സംഗതിയാണോ? അല്ല, നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു ജനായത്ത സംവിധാനമാണ്. ഇവിടെ KM ഷാജിയുടെ മുമ്പിൽ ഒരു മുൻഗണന എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസവും ഇന്നത്തെയുമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും നോക്കുക. ഒരുപാട് വാർത്തകൾ കാണിച്ചു. അതിനകത്ത് ഈ തകരം കൊണ്ട് മറച്ച വീടുകൾ ആന നശിപ്പിച്ചതും അതേപോലെ തന്നെ അല്ലാതെ പ്രകൃതി ദുരന്തത്തിൽ നശിച്ചമായ വീടുകൾ കണ്ടു. അവിടെയുള്ള ജനങ്ങളിങ്ങനെ കിടുങ്ങി പറിച്ചാണ് നിൽക്കുന്നത്.
അപ്പോൾ അവരെയും നമ്മൾ ടെലിവിഷനിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആത്മാഭിമാനമാണോ ഈ പെരുമഴയത്ത് വലിയ പ്രശ്നം, അതോ അവർക്ക് കയറി കിടക്കാനുള്ള ഒരു കൂരയാണോ? ഈ ഒരു വിഷയം ഒരു മന്ത്രി എന്ന നിലയിൽ KM ഷാജിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഇനി എന്ത് പ്രത്യയശാസ്ത്രമായിക്കോട്ടെ എന്ത് തത്വശാസ്ത്രമായിക്കോട്ടെ സ്വാഭാവികമായിട്ടും ഈ പെരുമഴയത്ത് നമ്മളൊക്കെ ഇരുന്ന് AC റൂമിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഒരു ആത്മാഭിമാനം, ഈ ആത്മാഭിമാനത്തിന്റെ വിഷയം ഇവിടെ പറഞ്ഞവരെല്ലാവരോടും ഞാൻ യോജിക്കുന്നു, അതിന് സംശയമില്ല. പക്ഷേ ഈ കയറിക്കിടക്കാൻ ഈ പെരുമഴയത്ത് നമ്മൾ ഈ AC റൂമിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ കിടുങ്ങി ഉറച്ചു നിൽക്കുന്ന ജനങ്ങൾ, അവരെ സംബന്ധിച്ച് ആത്മാഭിമാനമാണോ വലിയ പ്രശ്നം, അതോ കയറിക്കിടക്കാൻ ഒരു കൂര വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ നിലവിലേക്ക് നമ്മൾ പോയി സംസാരിക്കുന്ന സമയത്ത് KM ഷാജി എടുത്ത നടപടി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോൾ ഇവിടെ റഹീം പറയുന്നത് കേട്ടു, KM ഷാജിയുടെ തങ്ങളെന്ന് പറയുന്നത് മോദിയാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ, കേരളത്തിലെ ഒരു മന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിൽ KM ഷാജിയുടെ ഇപ്പോഴത്തെ തങ്ങൾ മോദി തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി തന്നെയാണ് അവിടെ ആരിരുന്നാൽ തന്നെയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ KM ഷാജി എടുത്ത നടപടിയിൽ നമുക്ക് യാതൊരു തെറ്റും കാണാൻ കഴിയില്ല. മാത്രമല്ല ഈ രീതിയിൽ പോകുമ്പോൾ ശരിയായ കാര്യങ്ങളിൽ കേന്ദ്രവുമായിട്ട് നമ്മൾ ഈ ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്രവുമായിട്ട് ഫൈറ്റ് ചെയ്ത് സെക്യുലറിസത്തെ രക്ഷിക്കാനും അതല്ലെങ്കിൽ വർഗീയതയെ പരാജയപ്പെടുത്താനും മാത്രമായിട്ടില്ല. കേരളത്തിൽ പ്രധാനമായിട്ട് കേരള ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ ഈ തുടക്കം മുതൽ അല്ലെങ്കിൽ നയപ്രഖ്യാപനത്തിൽ മുതൽ നമ്മൾ കേന്ദ്രത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം വേണമെന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല അങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിലയില്ലാണ്ടായി പോകും. മറിച്ച് യോജിക്കാവുന്ന കാര്യങ്ങളിലെല്ലാം യോജിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനും കേരളത്തിന്റെ അതല്ലെങ്കിൽ നമ്മളുടെ സൗഹാർദ്ദപരമായ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന നടപടികൾ വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുനിൽക്കുകയും സ്വാഭാവികമായിട്ടും അത് കേന്ദ്രത്തിന് അത് ബോധ്യമാവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഈ ചാപ്പയുടെ പ്രശ്നം പറഞ്ഞു, ഈ എംബ്ലം വെക്കുന്നതിന്റെ കാര്യം. ആ എംബ്ലം വെക്കുന്നതിന്റെ കാര്യം ആത്മാഭിമാനത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിനെ ഒരു കണ്ടീഷനാക്കി വളരെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഉപാധിയാക്കി വെക്കുന്നു എന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദിരാ ആവാസ് യോജന തൊട്ട് അതിന് മുകളിലേക്കുള്ള എല്ലാ ഭവന പദ്ധതികളും എടുത്ത് നോക്കിയാൽ മതി. ഈ ഭവന പദ്ധതികളിൽ ഏകദേശം ഈ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതിന്റെ ഒരു പകുതി പോലും അത് പ്രാവർത്തികമായിട്ടില്ല. നമുക്കറിയാം, ഈ രാജീവ് ഗാന്ധി തന്നെ പണ്ട് പറഞ്ഞതാണ്, 100 രൂപ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരിലോ അല്ലെങ്കിൽ ദുർബല വിഭാഗത്തിലോ ചെലവഴിക്കാനായിട്ട് 100 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ 5 രൂപ പോലും അവരുടെ പക്കലേക്ക് എത്തുന്നില്ല. ഇതാണ് അവസ്ഥ. നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിലേക്ക് വരിക. കേരളത്തിലേക്ക് വന്നിട്ട് ഈ ലൈഫ് മിഷന്റെ പേരിൽ നടന്ന അഴിമതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. റെഡ് ക്രസന്റിൽ നീട്ടിയ 20 കോടി രൂപ അത് പിന്നെ കൈക്കൂലി വാങ്ങിച്ചെന്നുള്ളത്, കോഴ നടന്നു എന്നുള്ളത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അന്നത്തെ കൈരളിയുടെ ചീഫായിരുന്ന അല്ലെങ്കിൽ മേധാവിയായിരുന്ന ബ്രിട്ടാസും ഒക്കെ സംബന്ധിച്ചതാണ്. അതിനുശേഷം പിന്നെ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെടുത്തു. ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഈ ലൈഫ് മിഷന് വേണ്ടിയുള്ള സംഗതിയാണ്. അപ്പൊ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട വലിയ അഴിമതി കാരണം ഇത്തരം പദ്ധതികളുടെ ഒരു 10% പോലും യഥാർത്ഥ ബെനിഫിഷ്യറീസിലേക്ക് എത്തത്തില്ല. അതുകൊണ്ടാണ് കേന്ദ്രം ഇതിനെ ജിയോ ടാഗ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എംബ്ലം പതിക്കണം എന്ന നിർദ്ദേശം വയ്ക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരു വീട് പൂർത്തിയായി എന്ന് ഉറപ്പാക്കുക, ഇത്രയും അവരുദ്ദേശിച്ച വീടുകൾ നിർമ്മിക്കുക, ആ നിർമ്മിച്ചു എന്ന് ഉറപ്പാക്കുക എന്ന ആ ഒരു തെളിവിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബ്ലം വെക്കണമെന്നുള്ള ഉപാധി അതിനകത്ത് വളരെ കർക്കശമായിട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഈ PR താല്പര്യങ്ങളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇത്രയും കർശനമായ ഉപാധിയായിട്ട് വയ്ക്കാൻ കാരണം ഈ വീടുകൾ അവിടെ ലഭ്യമായി അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താവിന് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ആയതുകൊണ്ടാണ്. അത് കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും. കാര്യം കേരളത്തിൽ ആണ് ഏറ്റവും കുറവെന്ന് നമുക്ക് പറയാം ഇത്തരം അഴിമതി നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഒരു വീടുകൾ പോലും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാക്കിയെന്നിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എംബ്ലത്തിന്റെ കാർക്കശ്യം കേന്ദ്രം വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ പോലും ഈ വീടിന്റെ നിർമ്മാണപത്രവുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷനിൽ ഇത്രയും വലിയ കൊള്ളയും കോഴയും നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പദ്ധതിയും നമ്മൾ ഈ ഒരു കാരണം ഇത് ജീവകാരണം അവിടെ കബളിപ്പിക്കൽ പറ്റത്തില്ല. അപ്പൊ ഇത്രയെങ്കിലും ഒരു മോണിറ്ററിംഗ് ഇല്ല എങ്കിൽ
യഥാർത്ഥ ഗുണഭോക്താവിന് ഈ വീട് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ KM ഷാജി സ്വീകരിച്ച ഒരു നടപടി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായ നടപടിയാണ്. കാരണം അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവർ യഥാർത്ഥമായിട്ട് ഇത്തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ തന്നെ 2-3 വാർത്തകൾ ഞാൻ കണ്ടു. അവിടെ എല്ലാം കണ്ട വീടുകളിലെ ജനങ്ങൾ വെറും ഈ മറ്റേ എന്താ പറയുക, ഈ കട്ട വെച്ച് മാത്രം കെട്ടിയിട്ട് മുകളിൽ ആസ്പെക്ട് ഷീറ്റ് വീടുകളാണ്. അതൊക്കെയാണ് ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്തൊക്കെ ഈ തെങ്ങും മറ്റു വൃക്ഷങ്ങളൊക്കെ ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴൊക്കെ പറന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരമുള്ള ജനങ്ങൾക്ക് വീട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് എന്ത് ആത്മാഭിമാന പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മുൻഗണന കൊടുക്കേണ്ട സംഗതി. ആ ഒരു മുൻഗണന മന്ത്രി എന്ന നിലയിൽ KM ഷാജി നിർവഹിച്ചു. അത് ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ആത്മാഭിമാനത്തിനും മുകളിലാണ് ജീവിതത്തിന്റെ സുരക്ഷിതത്വം എന്നുള്ളതാണ് അങ്ങനെ അഭിപ്രായം. നിങ്ങളിപ്പോൾ ഈ BJPക്ക് വഴങ്ങുന്നത് എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ പിഴവുകൾ തിരുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അത് തന്നെ തുടരാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് മാറ്റം എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായും അതിനു മുമ്പ് ഇവിടെ ജോർജ് സാർ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ തർക്കങ്ങൾക്കപ്പുറത്ത് പ്രൊഡക്റ്റീവായ ആളുകൾ കാര്യം പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പേനയായിക്കോട്ടെ, ഒരു പുസ്തകം ആയിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, അവനവന്റെ ഗതികേടിന്റെ പേരിൽ മറ്റൊരാളിൽ നിന്ന് അത് സ്വീകരിക്കേണ്ടി വരുന്നത് അതൊരു ഗവൺമെന്റിനാണ്. ഇപ്പോൾ അത്തരം മനുഷ്യരുടെ ഗതികേട്, അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമൊക്കെ തീർച്ചയായും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഞങ്ങൾ അതിനെ നിഷേധാത്മകമായി കാണുകയല്ല സർ. മുഖ്യപ്രതി ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കണ്ണും പിന്നെ ലഗാനും ഇല്ലാതെ PR നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് അങ്ങയുടെ വാദത്തോട് യോജിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തിപരമായി വീടായിക്കോട്ടെ, റേഷനായിക്കോട്ടെ, ഒരു കുപ്പായായിക്കോട്ടെ, എന്തും സ്വീകരിക്കുന്ന വ്യക്തിഗതമായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് ഇത്തരം PRകൾ വേണ്ട എന്നാവശ്യപ്പെടുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചാൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടുത്തെ പ്രശ്നം ED പിന്നെ ഷാജിയുടെ വീട്ടിൽ വന്നല്ലോ. ശരിയാണ്, KM ഷാജിയുടെ വീട്ടിൽ ED മാത്രമല്ല ക്രൈംബ്രാഞ്ച് വന്നിട്ടുണ്ട്. പിണറായിയുടെ വീടിന്റെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു 100 കണക്കിന് വരുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വിളിച്ചു വരുത്തി EDക്കാർ വിളിച്ചുകൊണ്ടുവന്ന ടാക്സിക്കാരന്റെ ചില്ലടിച്ച് പൊട്ടിച്ച് ആ ടാക്സിക്കാരനും പെരുവഴിയായി. പിന്നെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എത്രയോ പേർ ഇപ്പോഴും ജയിലിലാണ്. ഇതേ ED KM ഷാജിയുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. പിന്നെ CPMന്റെ പ്രതി മനസ്സിലാക്കിക്കോ, വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്താൻ ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയായത്. ഒരൊറ്റ കുഞ്ഞിനെ KM ഷാജി ആ വീടിന്റെ മുറ്റത്തേക്ക് വിളിച്ചു വരുത്തില്ല എന്ന് മാത്രമല്ല, അയാൾ ഒരു ചായയും കുടിച്ച് കൂളായി അവിടെ നിന്നു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ഹൈക്കോടതി FIR ക്വാഷ് ചെയ്തു. സുപ്രീം കോടതിയിൽ പോയപ്പോ അയാൾക്കെതിരെ വാദിക്കാൻ ഒരു ഭാഗത്ത് EDയും മറുഭാഗത്ത് നിങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരും ഉണ്ടായിരുന്നു. ഇതെന്തൊരു കേസാണ് എന്ന് പറഞ്ഞ് ആ കേസെടുത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് KM ഷാജി ഇപ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പിണറായിയുടെ മുറ്റത്ത് വന്നിരുന്ന EDയും ഷാജിയുടെ മുറ്റത്ത് വന്ന EDയും അതിന് രണ്ടിനെയും ഞങ്ങൾ നേരിട്ട രീതികളിലുള്ള വ്യത്യാസം അങ്ങേക്ക് ബോധ്യാവോ എന്ന് പറഞ്ഞു വെക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാണ്. രണ്ടും തമ്മിൽ ഇത്രത്തോളം വ്യത്യാസമുണ്ട്. ഒരായുസ് നടന്നു തീർത്താലും നിങ്ങൾക്ക് ദൂരം താണ്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കോ. ഇനി ഒരു കാര്യം പറയുന്നത്, ഞാൻ ഗോവിന്ദ മാഷ് ഓഫീസിലുണ്ടായിരുന്നു. ഇങ്ങനെ എവിടെയെങ്കിലും സംഭവം ഇൻസിസ്റ്റ് ചെയ്യല്ലേ. സ്മൃതി, അത് കിട്ടിയത് വെബ്സൈറ്റിൽ നിന്നല്ലേ. എനിക്കൊരു വീട് കിട്ടി, ഇവിടെ മുറ്റത്ത് അതിനൊരു ബോർഡ് വെച്ചു, എന്റെ ഈ അയൽപ്പക്കത്തുകാർ ഈ കവലക്കത്തെ 100 ആളല്ലേ അത് കാണുള്ളൂ. ഈ ഫോട്ടോ എടുത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ലോകം മുഴുവൻ അത് കാണുകയല്ലേ. ഇന്നെടുത്ത സ്ക്രീൻഷോട്ടാണ് നമ്മൾ കണ്ടതല്ലേ. ഈ നിമിഷം ആ മനുഷ്യരുടെ മുതുകത്ത പതിച്ച ചാപ്പ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നാ മാപ്പ് പറയും നിങ്ങൾ, ചെയ്ത് തെറ്റെന്ന് പറയും. ഇന്ന് ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറയാണ് പിന്നെ എന്താണ് ഇതൊക്കെ ഒറ്റപ്പെട്ട. ഇതൊന്നും ഈ ചാപ്പ നിങ്ങൾ കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പിന്നെന്താണ് ഇപ്പൊ എന്താ പണം ഈ MOUന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? MOU ഒപ്പിട്ടാൽ അവരുടെ പൈസ അവരിങ്ങോട്ട് തരും, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് എടുത്തു വെക്കാനില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, നിങ്ങൾക്ക് ഈ ലൈഫ് ബ്രാൻഡിലായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ലൈഫിന്റെ പേരിലുള്ള PR ആയിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. എത്ര ഉച്ചത്തിലാണ് നിങ്ങൾ ഈ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ പറ്റി പറയുന്നത് അല്ലേ? ഈ പെൻഷൻ ഉണ്ടല്ലോ, പെൻഷൻ അത് വാങ്ങുന്ന ഗതികേട് ഇവിടെ വേറെ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അങ്ങനെ പെൻഷൻ കിട്ടിയ ഒരു പാവത്തിനെ ആ പൈസയും കയ്യിൽ പിടിച്ച് പഴയ KPSCയുടെ നാടക കഥാപാത്രം പോലെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തി ഇത് നിങ്ങൾ എനിക്ക് തന്നതാണെന്ന് പറയിപ്പിച്ച് അതിന്റെ വീഡിയോ എടുത്ത് ഗോവിന്ദ മാഷ്ട ജാഥ ഓർമ്മയുണ്ടോ? ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോ ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവൊന്നും ഇവിടെ ആരുടെ ആത്മാഭിമാനത്തിലും ഏറ്റിട്ടില്ല എന്ന് CPM പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ പറയാ ഇന്ന് കുറച്ച് CPMകാർ കൂടി ബാലുശ്ശേരിയിലാണ് CPMകാർ കൂടി സ്റ്റേജിലേക്ക് കയറ്റി വിട്ടതാണെന്ന്. ഇത്ര നാണം കെട്ട PR കേന്ദ്രത്തിലിരിക്കുന്ന ബ്രാഞ്ചേട്ടൻ പോലും ചെയ്യാറില്ല എന്നാണ് അതിന് മറുപടി. തൽക്കാലം എനിക്ക് സമയം മതി സ്മൃതി. ശരി, ശ്രീ VP മുസ്തഫ അങ്ങേക്ക് മറുപടി നൽകാം.
ഒന്ന്, ശ്രീ ജ്യോതിർഘോഷ് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ലൈഫ് മിഷനിൽ അഴിമതി നടന്നതായി ഇന്നുവരെ സംസ്ഥാന അന്വേഷണ ഏജൻസികളോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ കണ്ടെത്തിയിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ ഒരു പിന്നെ റെഡ് ക്രസൻറ്റ് പിന്നെ ഒരു ഫോറിൻ ഫണ്ടിങ് സ്പോൺസറിങ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു പിന്നെ എന്താ വീടുകളുടെ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അവിടെ അനിൽ അക്കര എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കൊടുത്ത പരാതിയുടെ മുകളിൽ അന്വേഷണമാണ്. അതിനകത്ത് അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ചാർജ് ഷീറ്റും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം വലിയ പിന്നെ മാധ്യമ നിരീക്ഷകനൊക്കെയാണ്. പക്ഷെ അടിച്ചു വിടുകയാണ്, ലൈഫ് മിഷനിലേക്ക് വമ്പൻ അഴിമതി ആയിരുന്നില്ലേ മറ്റേതാണെന്നൊക്കെ. ഇതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു സ്വഭാവം ഈ പാനലിസ്റ്റുകളെ കൊണ്ടുവന്നിരുന്നതിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ട്, പൊടിപ്പാറ സാറ് പറഞ്ഞിട്ടുള്ളതിൽ അദ്ദേഹം പറയുകയാണ് എസ് ശർമ്മ പറഞ്ഞിട്ടില്ലേ നെഞ്ചത്തൂടെ വിമാനം കയറ്റേണ്ടി വരും. എന്താണ് സർ പറഞ്ഞത്? അവിടെ വയലുകളും പറമ്പുകളും ഒക്കെ അക്വയർ ചെയ്തെടുക്കുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് വേണ്ടി. അവർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം കിട്ടണം. അവരുടെ പിന്നെ ആകെയുള്ള ആസ്തികളാണ് എടുത്തുകൊണ്ടു പോകുന്നത്. ആ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആകുലതകൾ അന്നത്തെ ആ സ്ഥലം MLA എന്നുള്ള നിലയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണല്ലോ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അല്ലാതെ വിമാനത്താവളം വരണ്ട എന്നുള്ളതല്ലല്ലോ മുദ്രാവാക്യം. അതിനല്ലേ സമരം, അല്ലാതെ വിമാനത്താവളം വരുന്നതിനെതിരെയല്ല സമരം. ഭൂ ഉടമസ്ഥകർക്ക് ന്യായമായിട്ട് കിട്ടണം. രണ്ട്, പി രാജീവ് ബോംബ് എന്നുള്ള പ്രയോഗമേ നടത്തിയിട്ടില്ല. ഇത് നേരത്തെയും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരികയും UDF-കാരൊക്കെ പലയിടത്തും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ പി രാജീവ് എത്രയോ തവണ മറുപടി പറഞ്ഞതാണ്. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ പൊടിപ്പാറ സാറ് കേട്ടിട്ടില്ല. അന്നത്തെ തലക്കെട്ടുകളായിരുന്നു ശ്രീ പി മുസ്തഫ, അന്നത്തെ തലക്കെട്ടുകളായിരുന്നു. അന്നത്തെ പത്രക്കട്ടിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, പിന്നെ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആ തലക്കെട്ട് ശരിയല്ലല്ലോ. നിങ്ങളിപ്പോ അങ്ങനെ നടക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നികുതി ഇളവിന്റെ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നികുതി ഇളവിന്റെ വിവാദം വന്നപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്? നികുതി ഇളവിന് LDF സർക്കാർ തീരുമാനിച്ചു ഇല്ലല്ലോ, തീരുമാനിച്ചിട്ടില്ലല്ലോ. LDF സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമുണ്ടല്ലോ. ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ ഇത്തരം പ്രചരണങ്ങളുടെ കാര്യം എന്താ? നിങ്ങൾ തന്നെ ഈ പൊടിപ്പാറ സാർ ഇങ്ങനെ ഈ ശർമ്മയുടെയും രാജീവിൻ്റെയും ഒക്കെ പ്രസംഗം പറഞ്ഞ് ഇതിന്റെ ഭാഗമായിട്ട് പ്രസംഗിക്കുന്നില്ല. കമ്പ്യൂട്ടറൈസേഷൻ നിങ്ങൾ വന്നപ്പോൾ തടഞ്ഞില്ലേ? കമ്പ്യൂട്ടറൈസേഷൻ തടഞ്ഞിട്ടില്ലല്ലോ. തടഞ്ഞതെന്താ? അന്ന് 80കളിൽ ഒരു മുൻകരുതലും ഇല്ലാതെ വന്ന് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന തൊഴിലുകളുടെ പ്രശ്നം, തൊഴിലാളികളുടെ പ്രശ്നം, ആ സമരം ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നത് കേരളത്തിലെ കോൺഗ്രസ് അനുകൂല യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിട്ട് ഉമ്മൻചാണ്ടിയാണ്. അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇതൊക്കെ പക്ഷേ ഈ ചാപ്പ എപ്പോഴും ആർക്കെതിരെ മാത്രമേ ഉണ്ടാവുള്ളൂ? CPM-നെതിരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ജ്യോതിർഘോഷിനെ പോലുള്ളവരെടുക്കുന്നത്, അല്ലെങ്കിൽ പൊടിപ്പാറ സാറിനെ പോലുള്ളവരെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് അതാണ് നിൽക്കട്ടെ. പിന്നെ ഇനി ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാലോ? ഇവിടെ വിഷയം എന്താ? പൊടിപ്പാറ സാർ പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തിന് പറയാൻ എന്താ അവകാശം? നിങ്ങൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് അല്ലല്ലോ സാർ. പ്രശ്നം എന്താ? ഞങ്ങൾ ശരി PMC കരാറിൽ V ശിവൻകുട്ടി ഒപ്പിട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടു. ആ ഒപ്പിട്ട ശേഷമല്ലേ KM ഷാജി പറയുന്നത് ഞങ്ങളത് വന്നാൽ അറബിക്കടലിൽ എറിയുമെന്ന്? ഞങ്ങളിത് ഒപ്പിട്ടു എന്നുള്ള വിവരം വിവാദമായപ്പോഴല്ലേ സതീശൻ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC നടപ്പിലാക്കില്ല എന്ന്? അങ്ങനെ പറഞ്ഞവർ LDF ഒപ്പിട്ടു, അത് പിന്നെ RSSുമായിട്ടുള്ള ഡീലാണ് എന്ന് പറഞ്ഞവർ, ആ ഒപ്പിട്ടതിനെ വിമർശിച്ചവർ ഇപ്പൊ അധികാരത്തിൽ വന്നിട്ട് അത് തുടരും എന്ന് പറയുന്നത് ശരിയാണോ? അത് യുക്തിഭദ്രമാണോ? അതൊരു നിലപാടാണോ? അല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാറ്റിനെയും വിമർശിക്കുകയും നിങ്ങൾ ഈ പറയുന്ന തത്വം വെച്ചിട്ട് എന്നാ വന്ന് അതെടുക്കും കോൺഗ്രസ്. കാരണം എന്താ? കോൺഗ്രസ് നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശിൽ ഈ കരാർ ഒപ്പിട്ടിട്ടുണ്ട്, PMC തെലങ്കാനയിൽ ഒപ്പിട്ടിട്ടുണ്ട്, രാജസ്ഥാനിൽ അവർ അധികാരത്തിലിരുന്നപ്പോൾ 2022 ഒക്ടോബറിൽ അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ടിട്ടുണ്ട്. 2022 PMC വരുന്നത്, ഒപ്പിട്ടിട്ടുണ്ട് കോൺഗ്രസ്. അതൊക്കെ ഏത് ഡീലിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസും ലീഗും വിശദീകരിച്ചാൽ മതി. അതേ ഞങ്ങൾ പറയുന്ന പ്രശ്നമുള്ളൂ. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഇത് തന്നെയാണ് ഇപ്പൊ പറയുന്ന ഈ പ്രശ്നത്തിലും വരുന്നത്. ഇവിടെ എന്താ കിടക്കുന്ന തർക്കം? അന്നത്തെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു PMAY-യുടെ രണ്ടാം പിന്നെ ഭാഗത്തേക്ക് പോകുമ്പോൾ PMAY 2 എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ച് അതിന് ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ ഒരു MOU കൊണ്ടുവന്ന് ആ MOU-വിൽ വീടുകൾ ബ്രാൻഡ് ചെയ്യണം, ബ്രാൻഡിങ് എന്നുള്ള വാക്കുപയോഗിച്ച് വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഒപ്പിടാനില്ല. അങ്ങനെ ആത്മാഭിമാനം കളഞ്ഞിട്ടില്ല. അത് തന്നെയല്ലേ പിണറായിയുടെ പ്രസംഗം ഉണ്ടായത്?
അതുകൊണ്ടല്ലേ ഒപ്പിടാതിരുന്നത്, അതുകൊണ്ടല്ലേ അത് ഒപ്പിടാതെ നിൽക്കുന്നത്. അത് ഒപ്പിടുമെന്ന് ഇപ്പോ ഒരു നിലപാട് ഇവർ എടുക്കുന്നത് ശരിയാണോ? പക്ഷേ ശ്രീ വി പി മുസ്തഫ, ഈ 2024 അങ്ങ് പറഞ്ഞതുപോലെ 2024 അതിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. അതുവരെയുള്ളതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2024 വരെയുള്ള ഒരു വീടിന്റെ ദൃശ്യമാണ് നമ്മൾ കാണിക്കുകയും ചെയ്തത്. പക്ഷേ ഈ പറയുന്ന ആത്മാഭിമാനത്തെക്കാൾ മുകളിൽ ജീവന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശ്രീ ജ്യോതിർ ചൂണ്ടിക്കാണിച്ച പോലെ 50,000-ഓളം ഭവനരഹിതരെ അത് ബാധിച്ചിട്ടുണ്ടെന്നൊരു വിഷയം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അങ്ങോട്ട് തന്നെയാണ് അല്ല, ഇവിടെ കാണേണ്ടത് എന്താ? എന്നിട്ട് അന്നത്തെ മുഖ്യമന്ത്രി പറയുന്ന നിലപാട് എന്താ? ഇത് ഒപ്പിടാതിരുന്നാൽ പണം കിട്ടില്ല, ഞങ്ങളത് ഉണ്ടാക്കും. അങ്ങനെയല്ലേ 21,000 കോടി രൂപ ഉണ്ടാക്കി ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് 6,01,000 വീടുകൾ കൊടുത്തത്. 6,01,000 വീടുകൾ ഈ 10 വർഷം കൊണ്ട് കൊടുത്തു. 21,000 കോടി. അതിൽ സ്മൃതി ഇനിയും മനസ്സിലാക്കിക്കോ, ആകെ 2,000 കോടി രൂപയുടെ അടുത്ത് 2,400 കോടി രൂപയാണ് PMAY റൂറലും PMAY അർബനും എന്ന് പറഞ്ഞിട്ട് അവരുടെ വീതം. എന്ന് പറഞ്ഞാൽ 1,41,000 വീടുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റിൽ. അത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ മേഖലയിൽ 72,000-ഉം അർബൻ മേഖലയിൽ 1,50,000-ഉം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം 4 ലക്ഷം വെച്ച് കേരള സർക്കാർ കൊടുക്കുകയാണ്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുകയാണ്. ഇതാ നമ്മൾ ചെയ്തിട്ടുള്ള ബദൽ കണ്ടു. പക്ഷെ അന്ന് പൊടിപ്പാറ സാർ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ ഈ നയങ്ങൾക്കെതിരെ സമരം ചെയ്തില്ല സർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയിട്ട് ഡൽഹിയിൽ സമരമിരുന്നില്ലേ? ആ സമരത്തോട് സഹകരിക്കാൻ UDF തയ്യാറായോ? അന്ന് അതിനെ ഉപദേശിക്കാൻ പൊടിപ്പാറ സാറിന് സാധിച്ചോ? നിങ്ങൾ ഇങ്ങനെ വിട്ടുനിന്നത് ശരിയായില്ല. കേന്ദ്ര വിരുദ്ധ സമരം കേന്ദ്രം കാണിക്കുന്ന ഫെഡറലിസത്തിനെതിരാണ്, ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തില്ലേ? നമ്മൾ കൊടുത്ത കേസ് പൊടിപ്പാറ സാർ ഇപ്പോ 7-അംഗ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയല്ലേ, അന്നത്തെ ഡിവിഷൻ ബെഞ്ച്. നമ്മുടെ കേസില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം, ഈ കേരളത്തിന്റെ പരാതി ശരിയല്ല എന്നിട്ട് തള്ളിക്കളഞ്ഞില്ല. ഇങ്ങനെയൊക്കെയും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടാൽ മതി. ഇതാണ് വാസ്തവവും. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇതിപ്പോൾ പല കാര്യങ്ങളിലായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഈ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പല കാര്യങ്ങളിലും പ്രായോഗികമായ നിലപാട് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ശ്രീ വി പി മുസ്തഫ പറഞ്ഞ പോലെ ഒരു പ്രതിഷേധമുണ്ടാവുക. നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറയും പറഞ്ഞു, ഒന്നിച്ചു പ്രതിഷേധിക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്നിച്ചു പ്രതിഷേധിക്കണം, അതല്ലാത്ത ഘട്ടങ്ങളിൽ സ്വന്തമായി സർക്കാർ തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലൊരു പ്രതിഷേധം, ഇതിപ്പോൾ ആദ്യത്തെ മാസങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പ്രതിഷേധം വരാനിരിക്കുന്നതെന്നാണോ? അതോ ഈ ഭരണകാലത്തിലുടനീളം ഈ പറഞ്ഞ പ്രായോഗിക മതികളായി പറയേണ്ട കാര്യങ്ങളിൽ പോലും മിണ്ടാതെ ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിച്ച് കീഴടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ ഉണ്ടാവുക? ഒരിക്കലുമല്ല സ്മൃതി. ഞങ്ങൾ CPM-ന്റെ രാഷ്ട്രീയ വിമർശനങ്ങളോട് പറയുന്ന തർക്കുത്തരങ്ങളല്ല. ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇതിൽ ആശങ്കയുണ്ടാവും. ഇങ്ങനെ വല്ലാതെ സംസ്ഥാനത്തിന്റെ ഫെഡറൽ സ്വാതന്ത്ര്യത്തെ, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്ന കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആശങ്ക ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും. ഇപ്പൊ ഈ വ്യക്തിനിഷ്ഠമായി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്തരം പദ്ധതികൾ ഉണ്ടാവും. ഈ റേഷൻ പദ്ധതി പോലെ നാട്ടിലെ ആളുകളുടെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളുമായി പറ്റിച്ചേർന്ന പദ്ധതികളിൽ ഞങ്ങൾക്കൊരു സമീപനം ഉണ്ടാവും. അതല്ല ഇവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ PM ശ്രീ പോലെ, അല്ലെങ്കിൽ ഇവരുടെ വർഗീയ അജണ്ടകൾ ശക്തമായി അടിച്ചേൽപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരെ ഇപ്പൊ CAA പ്രമേയമൊക്കെ ഇപ്പൊ കേരളത്തിൽ പാസ്സാക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ നിന്നവരല്ലേ? പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പിണറായി വിജയന്റെ അടുത്ത് പോയിരുന്ന് സമരം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഒരു സമീപനമുണ്ട്. ഈ ഗവൺമെന്റിന്റെ വർഗീയ അജണ്ടകളോട് കോംപ്രമൈസ് ചെയ്യാനില്ല. എന്നാൽ ഭരണപരമായ കാര്യങ്ങൾ ഇതിപ്പോ എന്തായാലും നമ്മുടെ 2029 വരെയെങ്കിലും ഈ പ്രധാനമന്ത്രി ഉള്ളിടത്തോളം ഇവിടുത്തെ പാവങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ, അവർക്ക് കിട്ടേണ്ടുന്ന വീട്, അത് വാങ്ങിക്കൊടുക്കാൻ, അവരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ, അതിൽ 1 രൂപ പോലും കുറയാതിരിക്കാനുള്ള ജാഗ്രതയും ഞങ്ങൾ പക്ഷെ പല രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാം. ഇപ്പോൾ ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് നടത്തുന്ന ഇടപെടലുകൾ അത് കഴിഞ്ഞ കാലത്തും ഉണ്ടായിരുന്നതാണ്, ശരിയാണ്. പക്ഷെ ആ കഴിഞ്ഞ കാലത്ത് നമ്മൾ പ്രതിഷേധവും കണ്ടിട്ടുള്ളതാണ്. ഈ കാലത്തും അതിന് തുടർച്ചയുണ്ട്. അപ്പോൾ നിങ്ങളുടെ യുവജന സംഘടനകളടക്കം നിശബ്ദത പാലിക്കുന്നുണ്ട്. ഒരു നിശബ്ദതയുടെയും പ്രശ്നമില്ല. ഇപ്പൊ ഇരിക്കുന്ന ഈ വൈസ് ചാൻസലർമാർ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കാലത്ത് വന്നവരാണ്. ഗവർണർമാരുടെ ഇടപെടൽ, ഞങ്ങൾ ഇതിനൊക്കെ ഹൗ ടു ടാക്കിൾ എന്ന ശക്തമായ ആലോചനകൾ നടക്കുന്നുണ്ട്. ഞങ്ങളൊന്നും വിളിച്ച ഒരു മുദ്രാവാക്യങ്ങളും എവിടെയും പണയം വെച്ചിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഈ കേട്ടതുപോലത്തെ പറഞ്ഞല്ലോ, ഈ തരത്തിലുള്ള വഷള ന്യായീകരണങ്ങളായിട്ട് ഞങ്ങൾ ആരും വരില്ല. എതിർക്കേണ്ടതിനൊക്കെ ഞങ്ങൾ നന്നായി എതിർത്തു. ഭരണം വരുമ്പോൾ നട്ടന്റെ പാർട്ടി ഹൗസിൽ പണയം കൊടുക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ആർക്കുമില്ല സ്മൃതി. വർത്താനം പറയേണ്ട സമയത്ത് ഞങ്ങൾ വർത്താനം പറയും. അതിന് സമയമായില്ല. ഏത് എന്നുള്ളത് ആര് നിശ്ചയിക്കുമെന്നിടത്താണ് പ്രശ്നം. ശ്രീ വി പി മുസ്തഫ പെട്ടെന്ന് പറഞ്ഞോളൂ.
ഒന്നുമില്ല. ഈ ഒരു മാസം കൊണ്ട് വഷളായതിനേക്കാൾ ഇനി വഷളാകാനില്ല. അതുകൊണ്ട് നന്നായിട്ട് വേഗം നോക്കിയില്ലെങ്കിൽ ആളുകൾ തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്തോളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ VPP മുസ്തഫ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ KG ജ്യോതിഷ് ഘോഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.